വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പുഡിങ്ങാണിത്. ചൈന ഗ്രാസും ജെലറ്റിനും ഒന്നും തന്നെ വേണ്ട ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ കോഫി പൗഡർ പെട്ടെന്ന് മിക്സ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതാ ഇതുപോലൊരു ഗ്ലാസിൻ്റെ ഒരു പുഡിംഗ് ഡിഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആയാലും മതി. അതിലൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അല്പം മതി കേട്ടോ, അല്പം ഓയിൽ അടിയിലും സൈഡിലും ഒക്കെ ആയിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതാ ഇതുപോലൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോഫിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 5 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 5 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിസ്ക് വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ആക്കി എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മളത് ഫ്ലെയിം ഓൺ ആക്കാം കേട്ടോ. ഇതുവരെ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. എല്ലാം മിക്സ് ആക്കി എടുത്തതിന് ശേഷം വേണം ഫ്ലെയിം ഓൺ ചെയ്യാൻ. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കോൺഫ്ലവറാണ് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്താൽ കൂടുതലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടതാ തിളച്ച് കഴിഞ്ഞാൽ തന്നെ ഇതൊന്ന് കുറുകി വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാറി വന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്താൽ ഇത് നല്ല കറക്റ്റായിട്ട് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പതുക്കെ നമുക്ക് ഇതിൻ്റെ സൈഡൊന്ന് വിടിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. പെട്ടെന്ന് ഇതിൽ നിന്ന് വിട്ടും പോരും കേട്ടോ. ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോഫി പുഡിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒന്ന് സ്ക്വയർ ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കൂടെ ചെയ്യാം. ഒരു ബൗളിൽ ഞാനിതാ കുറച്ച് ബൂസ്റ്റ് പൗഡറും കുറച്ച് മിൽക്ക് പൗഡറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് മിൽക്ക് പുഡിംഗ് ഒക്കെ ചെയ്തതുപോലെ തന്നെ മിൽക്ക് പൗഡറിൽ മാത്രം വേണമെന്നുണ്ടെങ്കിലും ഇത് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് കോട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ നല്ലത്, കാരണം ബൂസ്റ്റ് പൗഡർ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് വരും. വെറും മിൽക്ക് പൗഡർ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്